അൽ മുക്താദിർ ജ്വല്ലറിയെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു ആളുകളൊക്കെ വന്ന് കയ്യേറുന്നു, നിക്ഷേപിച്ച പണമില്ല, സ്വർണ്ണമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അൽ മുക്താദിർ ജ്വല്ലറിക്കാർ ഒരു ഓൺലൈൻ മീഡിയക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. നമ്മളും പേടിച്ചു. ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, പലരും നമ്മൾ പേടിച്ചൊന്നുമില്ല. നമ്മൾ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മനോരമ പത്രത്തിൽ ഒരു വിശദീകരണക്കുറിപ്പ് വന്നു. മനോരമയ്ക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട്. മനോരമയ്ക്ക് മാത്രമല്ല, മലയാളത്തിലെ പത്രങ്ങൾക്ക്, മിക്കവാറും പത്രങ്ങൾക്കെല്ലാം ഒന്നാം പേജിൽ ജാക്കറ്റ് പരസ്യം തുടങ്ങിയിട്ടാണ് ഹലാൽ ജ്വല്ലറി. ക്രിസ്ത്യാനിയും ഹിന്ദു ഒന്നും വരണ്ട, അവർക്കുള്ള ആഭരണമൊന്നുമില്ല, ഹലാലാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ജ്വല്ലറിയുടെ തട്ടിപ്പാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പേരിൽ 2000 കോടി രൂപ ഇന്ത്യയിൽ നിന്ന് കടത്തി ജ്വല്ലറികൾ പൂട്ടാൻ പോകുന്നു. ആളുകൾ നിക്ഷേപം സ്വീകരിച്ചു, അതൊക്കെ കൊടുക്കാൻ പറ്റുന്നില്ല, സ്വർണം ഇല്ല, 1 വർഷം 2 വർഷം 3 വർഷം പണം അടച്ചാൽ സ്വർണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പിറ്റേ ദിവസം മനോരമയിൽ ഒരു നിഷേധക്കുറിപ്പ് വന്നു. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്ത ഓൺലൈൻ ചാനലിനെതിരെ, ചിലപ്പോൾ നമ്മളായിരിക്കാം, വേറെ ആളുകളും ചെയ്തിട്ടുണ്ട്, കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അതിനുശേഷം പിന്നീട് നമ്മൾ വാർത്തയൊന്നും ചെയ്തില്ല. അപ്പോഴാണ് സിനു പറഞ്ഞ പോലെ ചിലർ വിളിച്ചത് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാണോ? അല്ല, നമ്മൾ വാർത്ത ഉണ്ടാക്കുന്നില്ലല്ലോ, ശൂന്യതയിൽ നിന്നുണ്ടാക്കുന്നതല്ല. അതിനുശേഷം അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും വന്നില്ല. ഇപ്പോൾ വിവരം വന്നിട്ടുണ്ട്. അൽ മുക്താദിർ ജ്വല്ലറിയുടെ 30ഓളം ഷോറൂമുകളിൽ റെയ്ഡ് നടക്കുകയാണ്. റെയ്ഡ് നടന്നു, ചിലയിടത്തൊക്കെ റെയ്ഡ് കഴിഞ്ഞു. റെയ്ഡ് നടക്കുന്നത് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ട്രിവാൻഡ്രം യൂണിറ്റാണ്, തിരുവനന്തപുരം യൂണിറ്റാണ് റെയ്ഡ് നടത്തിയത്. 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ഇതിനകം കണ്ടെത്തി കഴിഞ്ഞു. 2 കേസുകളുണ്ട്. ഒന്ന് 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തി, അതിൽ 50 കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി പരിശോധന തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ഈ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന പ്രധാനമായും 2 തരത്തിലാണ്. ഒന്ന്, നിക്ഷേപങ്ങൾ വാങ്ങിയിട്ട് ആ പണം ഇവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു. ഇപ്പോൾ സ്വർണം കൊടുക്കാൻ പണമില്ല. മറ്റൊന്ന്, പഴയ സ്വർണം വാങ്ങും. പഴയ സ്വർണം വാങ്ങുന്നതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പഴയ സ്വർണം വാങ്ങുന്ന ഈ സ്വർണ്ണ കച്ചവടത്തിന് മുംബൈയിലെ ഒരു സ്ഥാപനവുമായിട്ട് ഇവർക്ക് ധാരണയുണ്ടായിരുന്നു. യുണീക്ക് ചെയിൻ എന്ന് പറയുന്ന മുംബൈ സ്ഥാപനം. ഇവരുമായിട്ട് ചേർന്നിട്ടാണ് പഴയ സ്വർണം ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങി ഇവർക്കും മറിച്ചു കൊടുക്കുന്നു. ഇതിനിടയ്ക്ക് മണി ലോണ്ടറിങ്, കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് അടക്കമുള്ള പരിപാടി നടന്നിട്ടുണ്ട്. അതിൽ ഈ യുണീക്ക് ഗോൾഡും അൽ മുക്താദിറും ചേർന്ന് 400 കോടി രൂപയുടെ തിരിമറി ഇടപാടുകളിൽ നടന്നു എന്നാണ് പറയുന്നത്. 400 കോടി രൂപ കള്ളപ്പണമായി മാറിയിട്ടുണ്ട്. കാരണം നോക്കൂ, ഒരാൾ പഴയ സ്വർണം വിൽക്കാൻ വാങ്ങുന്നു, അപ്പോൾ അവന് മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങില്ല. പണിക്കൂലി, പണിക്കുറവ്, പഴക്കം, മേടിച്ച ജ്വല്ലറിയുടെ മാറ്റുകുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തുകയും കൊടുക്കും. അതിന് പഴയ സ്വർണം ഇത്ര രൂപയ്ക്കേ വാങ്ങാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. സ്വർണ്ണവില മാർക്കറ്റ് വിലയായിരിക്കാം, പക്ഷേ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയാണ്, അതിന് ഹാൾ മാർക്കിംഗ് ഉണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ട് അഴുക്കുണ്ടെങ്കിൽ വില കുറയും. അഴുക്കുണ്ടെങ്കിൽ അക്വാറിഞ്ചിയ പോലെയുള്ള വെളുപ്പിക്കാനുള്ള, മിനുക്കിയെടുക്കാനുള്ള ദ്രാവകങ്ങളിൽ മുക്കിയെടുത്താൽ ഈ സാധനം വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ സാധനം അങ്ങനെ വെളുപ്പിച്ച് വളരെ നിസ്സാരമായി വാഷ് ചെയ്താൽ മതി. പക്ഷെ അതിൻ്റെ പേരിൽ പോലും മാറ്റ് കുറവാന്ന് പറഞ്ഞ് കുറയ്ക്കും. പഴയ സ്വർണ്ണത്തിന് ഒരിക്കലും മാർക്കറ്റ് വിലയുടെ ഒരു 80% പോലും കിട്ടാറില്ല. അങ്ങനെ വാങ്ങും. അങ്ങനെ വാങ്ങിയിട്ട് ഇതിൻ്റെ വിൽപ്പന വിലയും വാങ്ങിയ വിലയും തമ്മിലുള്ള വിലയിൽ അന്തരവ് കാണിക്കും. എന്നിട്ട് ബോംബെ കമ്പനിക്ക് വിൽക്കും. ഇതിനിടയ്ക്ക് കണക്കിൽ വലിയ വ്യത്യാസം വരും. ഈ പണമാണ് ബ്ലാക്ക് മണി ആയിട്ട് മാറ്റുന്നത്. ഇപ്പോൾ സിനുവിൻ്റെ പക്കൽ നിന്ന് പവന് 10,000 രൂപയ്ക്ക് വാങ്ങി, എന്നിട്ട് ചിലവ് കാണിക്കുന്നത് അത് വാങ്ങിയത് 25,000 രൂപയ്ക്ക് വാങ്ങിയിട്ട് കാണിക്കും. അപ്പോൾ ഓരോ പവനിലും 15,000 രൂപ. ഫിഗറുകൾ സാങ്കല്പികമാണ്. 15,000 രൂപ വെളുപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് പഴയ സ്വർണം വാങ്ങും, അതിനൊരു വില കൊടുക്കും, അത് വാങ്ങിയ വില വേറെ കാണിക്കും, എന്നിട്ട് അപ്പുറത്ത് വിൽക്കുന്നത് ബോംബെ കമ്പനിക്ക് വിൽക്കുന്നത് മറ്റൊരു വിലയ്ക്ക്. ഈ ട്രാൻസാക്ഷനിടയ്ക്ക് ഒരുപാട് പൈസ വെളുക്കും. കള്ളപ്പണത്തിൻ്റെ ട്രാൻസാക്ഷൻ. അങ്ങനെ 400 കോടി രൂപയോളം യുണീക്ക് ചെയിനുമായിട്ടുള്ള ഇടപാടിൽ തിരിമറി നടത്തിയെന്നാണ് പറയുന്നത്. അന്വേഷണം തുടരുകയാണ്. 30 ഷോപ്പുകളിൽ റെയ്ഡ് നടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബോംബെയിലെ യുണീക്ക് ചെയിനിലും ഇൻകം ടാക്സിൻ്റെ പരിശോധന നടക്കുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ വരാനിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം, പല ഷോപ്പുകളിലും പ്രശ്നമാണ്. ആളുകൾ ചെല്ലുന്നു. നമ്മളിപ്പോൾ ഇതിനോട് ഒരു വീഡിയോ കാണിക്കാം. ഒരു ഷോപ്പിൽ ജ്വല്ലറിക്ക് അറിയാമല്ലോ, ഭിത്തിയിലൊക്കെ നിറയെ ആഭരണങ്ങൾ നിറച്ച് വെക്കും. എല്ലാം കാലിയാണ്, ഒന്നുമില്ല, മാത്രമേ. ആളുകൾ അതിനകത്തോടെ നടന്നിട്ട് ഒരു പർദ്ദയിട്ട സ്ത്രീ ഊടുപാട് ചീത്ത വിളിച്ചുകൊണ്ട്, എവിടെ കട്ടിപ്പാടാ ഇതൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന ജീവനക്കാർ ഒന്നും ചെയ്യാനില്ല നിൽക്കുന്നു.
അപ്പോൾ ഈ മുക്താദിർ എന്ന് പറഞ്ഞ് മഴയത്ത് പെയ്ത തകര പോലെ വന്ന ഒരു സ്ഥാപനം. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഇതൊരു എത്ര പെട്ടെന്ന് ജ്വല്ലറി ചെയിൻ, വലിയ പരസ്യങ്ങൾ, കേരളം മുഴുവൻ ഉണ്ടാവുന്നു, ഒരു കടയ്ക്ക് 4 പേര്, ഒരു കട 4 തവണ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ നടത്തിയ ഒരു തിരിമറിയായിരുന്നു. മാത്രമല്ല പണിക്കൂലി 0%. പണിക്കൂലി, അതാണ് ഏറ്റവും പറഞ്ഞ, പണിക്കൂലി ഇല്ല. പണിക്കൂലി ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും? അതൊരിക്കലും പറ്റില്ല എന്ന് മറ്റു സ്വർണ്ണക്കടക്കാരൊക്കെ സ്വർണ്ണ വ്യാപാരികളും അവരുടെ സംഘടനകളും പറയുന്നു. അവരിത് ഇതിനെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവരുടെ അസോസിയേഷൻ ചേർത്തില്ല. അദ്ദേഹം വന്ന് അത് ചെയ്തെന്ന് ഉടനെ അൽ മുക്താദിർകാരൻ ഒരു ബദൽ സംഘടനയെ ഉണ്ടാക്കി. കാരണം നമ്മളന്നും പറഞ്ഞു, ഈ കേരളത്തിലെ ആളുകളുടെ പണം കോടിക്കണക്കിന് രൂപ പോയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ തുക വരില്ല. കാരണം പലരും സ്വർണത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് ബ്ലാക്ക് മണിയാണ്. ഒരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് 10 ലക്ഷം രൂപ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാ തട്ടിപ്പിലും പറ്റുന്നത് ഇത്തരം കള്ളപ്പണം കൊണ്ട്. ഇപ്പം കള്ളപ്പണം കൊണ്ടൊന്നും വാങ്ങാൻ പറ്റില്ലോ. ട്രാൻസാക്ഷൻസ് ഒക്കെ ഡിജിറ്റലായി, എല്ലാം അക്കൗണ്ടബിളായി, ബാങ്ക് ത്രൂ അല്ലാതെ ഒന്നും നടക്കാൻ പറ്റാത്തതുകൊണ്ട് പണ്ടത്തെ പോലെ കള്ളപ്പണം കൊണ്ടൊന്നും വാങ്ങാൻ പറ്റില്ല. ജ്വല്ലറിക്കാരുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് കറുത്ത പണം ബ്ലാക്ക് മണി കൊടുക്കുന്നു, റെസിപ്റ്റ് വേണ്ട, അത് ഡെപ്പോസിറ്റ്, അതിന് 1 വർഷം 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ സ്വർണം കിട്ടുന്നു. അത് പറയുന്നതിനൊക്കെ ഞാനൊരു ജ്വല്ലറിയിൽ ഒരു ദിവസം കയറി, എവിടെയാണെന്ന് പറയുന്നില്ല, ജ്വല്ലറി കയറിയപ്പോഴത്തേക്ക് അവിടെ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 14% പലിശ കൊടുക്കുന്നു. ബാങ്കുകളിൽ പരമാവധി 6.5-7% ഉള്ളത്. അതിൻ്റെ നേരെ ഇരട്ടി 14% പലിശ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 വർഷം കൊണ്ട് നേരെ ഇരട്ടിയാകും. 5 വർഷം തന്നെ വേണ്ടിവരില്ല. 14% നിക്ഷേപം സ്വീകരിക്കുന്ന ഒരു ജ്വല്ലറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന കസ്റ്റമർ എന്ത് ചെയ്യും? അയാൾ ചിലപ്പം ജോലിയിൽ നിന്ന് വിരമിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സ്വരുക്കൂട്ടി സമ്പാദിച്ചതാവാം. ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ഇവിടെ സ്വീകരിക്കുക. 5 വർഷം കഴിയുമ്പോൾ ജ്വല്ലറി ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? അങ്ങനെ ജ്വല്ലറികൾക്ക് ഈ ബാങ്ക് നടത്തുന്നത് പോലെ ഇത്ര ശതമാനം പലിശ എന്ന് വാഗ്ദാനം പറഞ്ഞ് നിക്ഷേപം സ്വീകരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. സാധാരണ വാങ്ങാൻ കഴിയില്ല. ഒരു പ്രമുഖ ജ്വല്ലറിയിൽ കണ്ട ബോർഡാണ് ഞാൻ. ഇവിടെ സീനിയർ സിറ്റിസൺ വരെ 9% ഒക്കെ കിട്ടുള്ളൂ. 14%. അവിടെ ഇവിടെ സ്റ്റിക്കർ പോലെ ഒട്ടിച്ചു വെച്ചിരിക്കുക, നിക്ഷേപങ്ങൾ നിക്ഷേപിക്കൂ 14% പലിശ. വേണമെങ്കിൽ അവർ നാളെ അത്രയേ ഉള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ ജ്വല്ലറിയിൽ നിക്ഷേപിക്കും 14% പലിശ. ഇത് ആരെങ്കിലും വന്ന് പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പണം നിക്ഷേപിക്കാനല്ല, പണം നിക്ഷേപിച്ചാൽ 14% പലിശയോടെ തരാമെന്നായിരിക്കും വ്യാഖ്യാനിക്കുമായിരിക്കും. എന്തായാലും പരമമായ സത്യം ഇതാണ്, തട്ടിപ്പാണ്. 14% നിക്ഷേപം പലിശ എന്ന് പറയുന്ന തട്ടിപ്പാണ്. 2, ഒരു ജ്വല്ലറിക്കാരന് ബാങ്ക് പോലെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ നിയമപ്രകാരം പറ്റത്തുമില്ല. പക്ഷേ ഇതിലൊക്കെ ആളുകൾ വന്ന് പെടുകയാണ്. ഇങ്ങനെ പെട്ടിട്ട് ഈ പൈസ പോയി കഴിഞ്ഞാൽ എൻ്റെ 50 ലക്ഷം പോയി എന്ന് പറഞ്ഞാൽ 50 ലക്ഷം നിനക്ക് എവിടുന്ന് എന്ന് ചോദ്യം വരും. പോലീസിൽ പരാതി കൊടുത്താലും പിന്നീട് IT-യുടെ ചോദ്യം വരും. അപ്പോഴേക്ക് ഇതുകൊണ്ട് ഇത്തരം പൈസ ഇവിടെയൊക്കെ കൊണ്ട് അവിഹിതമായി നിയമവിരുദ്ധമായി കിട്ടുന്ന പണം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു മേഖലയായി ഇത്തരം സ്ഥാപനങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ അൽ മുക്താദിർ കേരളത്തിലുണ്ടാക്കിയ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാലോ, കേരളത്തിൽ നമ്മൾ എല്ലാവരും ഒരേപോലെ കഴിഞ്ഞ മനുഷ്യർ, ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസൽമാൻ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും എല്ലാവരുടെയും ആഹാരം കഴിച്ച്, എല്ലാവരും എല്ലാവരുടെയും ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും സന്താപങ്ങളിൽ വരെയും പങ്കെടുത്ത് ജീവിച്ചിരുന്നവരാണ്. നമുക്ക് പള്ളിപ്പെരുന്നാൾ വന്നാലും ചന്ദനക്കുടം വന്നാലും അമ്പലത്തിലെ ഉത്സവം വന്നാലും രാമനും റഹീമും ജോസഫും കൂടെ ഒരുമിച്ച് പോകുമായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഒരുത്തൻ മറ്റവൻ്റെ ആഘോഷത്തിന് പോകരുത് എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളം പറയും. ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസ് ആഘോഷിക്കരുത്, ന്യൂ ഇയർ ആഘോഷിക്കരുത് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കേരളത്തിലും മാറിയിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഒരു 10-15 വർഷം മുമ്പ് ഈ ഹലാൽ ഭക്ഷണം ഇല്ലായിരുന്നു, അല്ലേ? നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ മുസ്ലിം സഹോദരങ്ങൾ എവിടെ കയറിയും ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇപ്പോൾ പറ്റില്ല. ഹലാൽ ബോർഡറുള്ളിടത്തേക്ക് കഴിക്കുള്ളൂ എന്നിരിക്കും. ഭക്ഷണത്തിൽ പോലും മതം കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം മതം കൊണ്ടുവന്നിടത്താണ് ഇവർ സ്വർണ്ണാഭരണത്തിൽ ഹലാൽ കൊണ്ടുവന്നു, സ്വർണ്ണാഭരണത്തിൽ മതം. ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്ത് ഹലാൽ ഫ്ലാറ്റുകളുണ്ട്. ഹലാൽ ഫ്ലാറ്റ് കേരളത്തിൽ പരസ്യമായി പത്രങ്ങളിൽ പരസ്യം ചെയ്ത് ഹലാൽ ഫ്ലാറ്റുകൾ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഫ്ലാറ്റ്. അതായത് ഒരു മുസ്ലിം കോളനി ഉണ്ടാക്കുക, മുസ്ലിം സാമ്രാജ്യം. അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണല്ലോ ഹലാൽ ഫ്ലാറ്റ് വരുന്നത്. ഹലാൽ ഈ പറഞ്ഞ പോലെ മന്ത്രം ചൊല്ലി ഉണ്ടാക്കുന്ന ഫ്ലാറ്റാണ്. എല്ലാ കെട്ടിടങ്ങളും നിർമ്മിക്കുമ്പോഴും ഭൂമി പൂജ നടത്തുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ എല്ലാത്തിനും ഹലാൽ കൊണ്ടുവന്ന് സ്വർണം കച്ചവടം പോലും ഹലാലാക്കി. അപ്പോൾ പലരും പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഹലാൽ സ്വർണം ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലേ, എയർപോർട്ടിൽ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ, അവിടെയൊക്കെ വെച്ചുകൊണ്ട് വരുന്ന സ്വർണ്ണമാണ് ഹലാൽ എന്ന് പറഞ്ഞു. ഏതായാലും
കേരളത്തിൽ നല്ല റെപ്യൂട്ടേഷനോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ജ്വല്ലറികളുണ്ട്. ആളുകൾക്ക് കണ്ണുമടച്ച് കയറാം. ആലപ്പാട്ടോ, ഭീമയോ, ചുങ്കത്തോ, കല്യാണോ അടക്കം ഒരുപാട് ജ്വല്ലറികൾ വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന, വിശ്വാസ്യതയോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ജ്വല്ലറികളുണ്ട്. പക്ഷെ അവരെയൊക്കെ ബീറ്റ് ചെയ്യുക എന്ന തരത്തിലുള്ള വലിയ പരസ്യങ്ങൾ ഒരു സ്ഥാപനത്തിന് ഇത്രയേറെ പരസ്യം ചെയ്യാനുള്ള റവന്യൂ എങ്ങനെയുണ്ടാവും? നമ്മൾ ഏത് മേഖലയിൽ നോക്കേണ്ടതാണ്. സ്ഥാപനങ്ങൾ ആരംഭിക്കും, അവർ പരസ്യം ചെയ്യും. പക്ഷേ ഒരു ജാക്കറ്റ് പരസ്യത്തിന് 1 കോടി രൂപയോളം ചിലവ് വരും. അത്രയും പരസ്യങ്ങൾ നിരന്തരം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഒരു വർഷം പരസ്യത്തിന് വേണ്ടി എത്ര കോടി ഈ സ്ഥാപനം, ഏത് സ്ഥാപനമാകട്ടെ, ചിലവാക്കുന്നുണ്ടെന്ന് നമ്മൾ മനക്കണക്ക് കൂട്ടണം. അപ്പോൾ അതിന് മാത്രമുള്ള വിറ്റുവരവുണ്ടോ? അത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ഇതിൽപ്പെട്ട ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ കുറേ ജ്വല്ലേഴ്സ് ഉണ്ടല്ലോ, ഇവരാരും തന്നെ അങ്ങനെ പരസ്യമായിട്ട് ജ്വല്ലറിയുടെ പരസ്യം ഇപ്പോൾ കൊടുക്കുന്നില്ല. ഓണത്തിന് അല്ലെങ്കിൽ ഒരു അക്ഷയ തൃതീയക്കൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ അൽ മുക്താദിർ എന്ന് പറയുന്ന ജ്വല്ലറിക്കാർ വമ്പൻ പരസ്യം കൊടുക്കുന്നു, 0% പണിക്കൂലി പറയുന്നു. അപ്പോൾ വലിയൊരു ജാക്കറ്റ് പരസ്യം വരുമ്പോൾ മുഴുവൻ ആളുകളിലേക്ക് അത് എത്തുകയാണ്. മാത്രമല്ല ഹലാൽ എന്ന് പറയുന്ന സ്വർണ്ണം എന്ന് പറയുമ്പോൾ ഇത് നമുക്കുള്ള സ്വർണ്ണമാണ്, ഇത് നമ്മൻ്റെ ആൾക്കാരുടെ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ വരുന്നു. അതിനെ കൃത്യമായിട്ട് ഇവർ മുതലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? നമ്മൾ എപ്പോൾ നോക്കിയാൽ ഈ അൽ മുക്താദിർ ജ്വല്ലറിയിലൊക്കെ ഭയങ്കര തിരക്കാണ് കാണുന്നത്. ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം അനുസരിച്ച് ഇങ്ങനെ തിരക്കുണ്ടാക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ അവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, വാടക എടുത്ത് കൂട്ടിയ പോലെ ആളെ കൂട്ടി ആരെ നോക്കിയാലും എന്തൊരു തിരക്കാണ്. പിന്നെ ഒരു കാര്യം, എനിക്ക് അതിനകത്തൊരു സങ്കടമുണ്ട്. ഈ കേരളത്തിൽ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ അവരും ചില മതപുരോഹിതന്മാരുടെ പരസ്യമൊക്കെ വെച്ചിട്ടാണ് ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ പള്ളിയിലെ ഇമാമ അവരൊക്കെയാണ് പങ്കെടുക്കുന്നത്. അതൊക്കെ വെച്ച് പത്രത്തിൽ പരസ്യം ചെയ്യും. അപ്പോൾ സാധാരണക്കാരായ വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ വലിയ തോതിൽ കബളിപ്പിക്കപ്പെട്ടു. അവർ നമ്മുടെ സ്ഥാപനമാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുക. ഈ വാങ്ങിച്ച സ്വർണത്തിന്റെ മാറ്റൊക്കെ ഇനി ഉരച്ചു നോക്കേണ്ടി വരുമോ എന്ന് അറിയത്തില്ല. അതെ, അതൊരു വലിയ ഘടകമാണല്ലോ. അതെ, വലിയ ഘടകമാണ്. ഈ വിൽക്കാൻ പോകുമ്പോൾ മാത്രമല്ല നമ്മൾ സ്വർണത്തിന്റെ മാറ്റിനെ കുറിച്ച് അറിയുന്നത്. അതാണ് ഇനി ഭാവിയിൽ അതൊരു പ്രശ്നമായി വരുമോ എന്നറിയില്ല. അൽ മുക്താദിർ നിന്ന് വാങ്ങിയ സ്വർണത്തിന്റെ മാറ്റ് ഇതുവരെ ആരും സംശയം പറഞ്ഞു കേട്ടില്ല. നാളെ അതും ഒരു വിവാദമായി മാറുമോ? ആരെങ്കിലുമൊക്കെ ഉരച്ചു നോക്കിയിട്ട് സ്വർണത്തിന് ഇല്ല എന്ന് പറഞ്ഞു വരുമോ എന്ന് പോലും സംശയിച്ചു പോയല്ല. കാരണം ഇത് അടിമുടി ദുരൂഹമാണ്. തൊട്ട ഒരു കടയ്ക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു കടയ്ക്ക് 3-4 പേര്. ഒരു നിലയ്ക്ക് ഒരു പേര്, രണ്ടാമത്തെ നിലയ്ക്ക് വേറെ പേര്, മൂന്നാമത്തെ ലെഫ്റ്റ് സൈഡിൽ ഒരു പേര്, റൈറ്റ് സൈഡിൽ ഒരു പേര്. എന്നിട്ട് ഇതിന്റെ ഓരോന്നിന്റെ ഉദ്ഘാടനം, അതിന് ഓരോന്നിനും പരസ്യം. അതെ, അങ്ങനെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെ എനിക്ക് വീണ്ടും ആവർത്തിക്കാനുണ്ട്. അൽ മുക്താദിർ ജ്വല്ലറി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച് കോടികളുമായി മുങ്ങുകയാണെങ്കിൽ, പൊട്ടിത്തകരുകയാണെങ്കിൽ, അതിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ വലിയ പങ്ക് കേരളത്തിലെ മാധ്യമങ്ങൾ വഹിച്ചിട്ടുണ്ട്. എല്ലാം ഇപ്പോഴും നോക്കൂ, അവിടെ ഈ ജ്വല്ലറിയിൽ പ്രശ്നമായിട്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ, അവരാണല്ലോ അച്ചടി മാധ്യമം, സാറ്റലൈറ്റ് ടെലിവിഷൻ, എത്ര പേർ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിന്ന ചോറിന് നന്ദി കാണിക്കുകയാണ്. പക്ഷെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാൽ ഇവരുടെ വരിക്കാരായ, ഇവരുടെ വായനക്കാരായ, ഇവരുടെ പ്രേക്ഷകരായ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. പക്ഷേ അൽ മുക്താദിർ പോലെയുള്ള ജ്വല്ലറികളെ ചെറുക്കുകയും തോൽപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവർ ജ്വല്ലറിയിൽ പോലും, സ്വർണ്ണാഭരണ വ്യാപാരത്തിൽ പോലും മതം കലർത്തിയതാണ്. ഇവിടെ ആലപ്പാട്ടിനെ പോലെയോ ആലുക്കാസിനെ പോലെയോ ഒക്കെ ഉള്ള ജ്വല്ലറികളുണ്ട്. അവരൊക്കെ ക്രൈസ്തവരുടെ വിശുദ്ധ ജ്വല്ലറി എന്ന് പറയാറില്ല. എത്രയോ കാലങ്ങളായി കേരളത്തിൽ ഈ പറയുന്ന പോലെ മലബാർ ഗോൾഡ് പോലും ഒരു പൂർണ്ണമായ ഒരു മുസ്ലിം സ്ഥാപനമൊന്നുമല്ല. അതിൻ്റെ ഡയറക്ടർമാരിൽ മുസ്ലിമുകളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പല ബ്രാഞ്ചുകളുടെയും ചുമതല അവർക്കാണ്. അപ്പം മൊത്തത്തിലൊരു ബ്രാൻഡാണ് ഭീമ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് പോലെയാണല്ലോ. ഭീമ ജ്വല്ലറിയും ഒരാളുടെ അല്ല, അത് കോമൺ ആയിട്ടൊരു പേര് ഉപയോഗിക്കുന്നു. മലബാറിലും അതുപോലെ മറ്റ് ഡയറക്ടർമാരും മലബാർ ജ്വല്ലറിക്കുണ്ട്. പക്ഷേ അവരുടെയൊക്കെ സ്ഥാപനങ്ങളെക്കുറിച്ച് അവിശ്വാസം ആരും പറയുന്നില്ല. അവരാരും മതത്തിൻ്റെ പേര് പറഞ്ഞ് കേരളത്തിൽ ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ മലബാർ ഒഴിച്ചാൽ കേരളത്തിൽ സ്വർണ്ണാഭരണ രംഗത്ത് വിശ്വാസ്യതയുള്ള ഒരു മുസ്ലിം ബന്ധമുള്ള ജ്വല്ലറി ആരാ ഉള്ളത്? ആരുമില്ല. അത് മുതലെടുത്തു. പക്ഷേ ഇവർ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ സ്വർണ്ണം വിൽക്കാൻ പറ്റില്ല, ഈ വിൽപ്പനയിൽ എന്തോ കള്ളത്തരമുണ്ട്, മാത്രമല്ല ഇവർ ഞങ്ങളുടെ സംഘടനയുമായി യോജിക്കുന്നില്ല, അപ്പോൾ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്നാരും അതിൻ്റെ ഇതിലാണ് ഇവർ വലിയ പരസ്യം. അല്ല, കഴിഞ്ഞ ദിവസവും അതിൻ്റെ ഭാരവാഹികൾ പരസ്യമായി പ്രസ്താവനയായിട്ട് വന്നല്ലോ. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് മലയാളിയുടെ ഒരു പൊതു സ്വഭാവം, എല്ലാ തട്ടിപ്പിലും മലയാളി നിന്നു കൊടുക്കും. അന്ന് തലവെച്ചു എന്തെങ്കിലുമൊക്കെ കിട്ടും, ശകലം എന്തെങ്കിലും കിട്ടും. സൗജന്യം എന്ന് പറഞ്ഞാൽ അവിടെ കമന്നടിച്ച് വീടുന്നൊരു മനസ്ഥിതി മലയാളിക്കുണ്ട്. ഇപ്പോൾ ഹൈ റീച്ച് തൃശ്ശൂരെ അല്ലേ, പോപ്പുലർ ഫിനാൻസ്, എന്തെല്ലാം തട്ടിപ്പുകൾ, ആട് തേക്ക് മഞ്ചിയം, ഇങ്ങനെ ഒരുപാട് തട്ടിപ്പ്, എത്ര തട്ടിപ്പുകൾ കഴിയുമോ. എന്നിട്ടും മലയാളി പഠിക്കുന്നതിന്, മലയാളികളിൽ ഇതുപോലെ വേറെ കാര്യമുണ്ട്,
ഇതുപോലെ ഒരുപാട് കള്ളപ്പണമുള്ള ഒരുപാട് മലയാളിയുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാവാം. അവര് നിക്ഷേപിക്കുന്ന കണ്ടിട്ട് സാധാരണക്കാരനെ കൊണ്ടുപോയി പൈസ കളയുന്നു അല്ലേ? ഏതായാലും ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ജ്വല്ലറി വ്യവസായം കേരളത്തിലെ അതിപ്രബലമായ ഒരു ഒരു ബിസിനസ് മേഖലയാണ്. അതിൻ്റെ ഭൂരിഭാഗവും നടത്തുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ജ്വല്ലേഴ്സാണ് നടത്തുന്നത്. അവരൊക്കെ ആർജിച്ചിരിക്കുന്ന വിശ്വാസ്യത കസ്റ്റമറെ നന്നായി നോക്കിയിട്ടാണ്. ഞാൻ കുറേ പേരുകൾ പറഞ്ഞു, ആ പേരുകൾ ആവർത്തിക്കുന്നില്ല, കാരണം അവർ സ്പോൺസർ ചെയ്യുന്ന പരിപാടിയല്ല ഇത്. കാരണം നമ്മൾ വസ്തുതയാണ്, കേരളത്തിൽ ഒരു ക്രൈസ്തവ സ്ഥാപനവും ക്രിസ്ത്യാനികൾ നടത്തുന്ന മാനേജ്മെൻറ്റുള്ള ഒരു ജ്വല്ലറിയും ഒരു ഹിന്ദു മാനേജ്മെൻറ്റുള്ള സ്ഥാപനവും അവരുടെ മതചിഹ്നങ്ങൾ അല്ലെങ്കിൽ മതപരിവേഷം കൊടുത്തിട്ട് സ്വർണം വിറ്റിട്ടില്ല. ഇവർ മാത്രമാണ് മതം ഉപയോഗിച്ച് കേരളത്തിലെ ഡെമോഗ്രാഫിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റത്തെ ചൂഷണം ചെയ്ത് മതത്തിൻ്റെ പേരിൽ സ്വർണ്ണക്കച്ചവടം നടത്തി ഹലാല് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കാനുള്ള ഇടപാട് നടത്തിയത്. ഇതിപ്പോൾ പൊളിഞ്ഞു വീഴുകയാണ്, തകർന്നു വീഴുകയാണ്. അൽ മുക്താദിറിൻ്റെ കർട്ടൻ വീഴുകയാണ് എന്ന് തന്നെയാണ് ഈ റെയ്ഡിൻ്റെ വിവരങ്ങളും നൽകുന്ന സൂചന. ആരെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്വർണം വാങ്ങാനുള്ള നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പണം വാങ്ങിച്ചെടുക്കുക. ഇല്ലെങ്കിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ മുതലാളി അടുത്ത ഫ്ലൈറ്റ് കയറി സൗദിക്കോ ഖത്തറിനോ കുവൈറ്റിലോ പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ, കേരളത്തിൽ ഇതുവരെ മതവേഷമിട്ട് സ്വർണം വിൽക്കുന്നതും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ചട്ടയും മുണ്ടുവിട്ട് ഏതെങ്കിലും ചുങ്കത്തോ ആലുക്കാസിലോ ഏതെങ്കിലും ചേടത്തിമാർ സ്വർണം വിൽക്കുന്നുണ്ടോ? ഇല്ല. അതൊക്കെ വളരെ അശ്ലീലമാണ് ഈ ജ്വല്ലറി കാണിച്ചത്. കേരളത്തിൻ്റെ ബിസിനസ് രംഗത്ത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത, നമ്മുടെ സാമൂഹിക ജീവിതത്തിന് അനുഗുണമല്ലാത്ത ഒരു കൾച്ചർ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അത്തരം കൾച്ചർ വീഴേണ്ടതാണ്, താഴ്ത്തേണ്ടതാണ്, ഷട്ടർ ഇടേണ്ടതാണ് എന്ന് കാലം തീരുമാനിച്ചാൽ അതിന് കാവ്യനീതി എന്ന് പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.